എളുപ്പത്തിൽ ഒരു സാമ്പാർ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. പച്ചക്കറികൾ നന്നായി വെള്ളത്തിൽ കഴുകിയെടുക്കുക. അതിനുശേഷം അവ നമുക്ക് ചെറുതായി മുറിച്ചെടുക്കാം. പച്ചക്കറികളെല്ലാം കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. കുക്കറിൽ ലോ ഫ്ലെയിമിൽ 2 വിസിലും ഹൈ ഫ്ലെയിമിൽ 3 വിസിലുമാണ് നമുക്ക് ആവശ്യം. പരിപ്പ് വെള്ളത്തിലിട്ട് നന്നായി കഴുകിയെടുക്കാം. അതിനുശേഷം അത് കുക്കറിലേക്ക് ഇടാം. ഈ പരിപ്പ് വെള്ളത്തിൽ മുന്നേ ഇട്ട് വെച്ചിരുന്നതല്ല. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കറികൾ കൂടി ചേർത്ത് കൊടുക്കാം. പച്ചക്കറികൾക്ക് നികക്കെയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി, ഉപ്പ് എന്നിവ ചേർക്കാം. പോരാത്ത ഉപ്പ് നമുക്ക് അവസാനം ചേർക്കാവുന്നതാണ്. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് 5 വിസിലിനായി കാത്തിരിക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കാനുള്ള മറ്റൊരു ചേരുവ തയ്യാറാക്കാം. അതിനായി ഒരു പാനിലേക്ക് എണ്ണയൊഴിച്ച് ചുവന്നുള്ളി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് സാമ്പാർ പൊടി കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. സാമ്പാർ പൊടി ചേർക്കുന്നതിന് മുന്നേ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇതിലേക്ക് മുളക് പൊടി കൂടി ഇട്ട് ചൂടാക്കാം. ഇനി കുക്കറിലേക്ക് ഈ ചേരുവകൾ ചേർക്കാം. അതോടൊപ്പം പുളിവെള്ളവും കൂടി ഒഴിക്കാം. പോരാത്ത ഉപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടി തിളപ്പിക്കുക. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്.